നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ പ്രവാസി സമൂഹത്തെയും വരാനിരിക്കുന്ന കുടിയേറ്റ നയങ്ങളെയും സംബന്ധിച്ചിടത്തോളം അതീവ ജാഗ്രതയോടെ കാണേണ്ടുന്ന ചില സുപ്രധാന മാറ്റങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അഥവാ DHS പുതിയതായി നിർദ്ദേശിച്ചിരിക്കുന്ന നിയമപരിഷ്കാരങ്ങൾ ഇവിടെയുള്ള മലയാളി സമൂഹത്തിനിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. US-ൽ താമസിക്കുന്ന മലയാളികൾക്ക്, പ്രത്യേകിച്ച് ഇവിടുത്തെ സാമൂഹിക സുരക്ഷയും നിയമ സംവിധാനങ്ങളെയും അടുത്തറിയാവുന്ന ഇന്ത്യക്കാർക്ക് ഈ മാറ്റങ്ങൾ കേവലം ഒരു വാർത്തയല്ല, മറിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങളെയും ഭാവിയെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണെന്ന് നാം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ എന്താണ് ഈ പുതിയ നിയമം? ലളിതമായി പറഞ്ഞാൽ, അമേരിക്കയിൽ അഭയം തേടി എത്തുന്നവരിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരായവരെയോ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് പുറത്താക്കുക എന്നതാണ് പുതിയ ഭേദഗതിയുടെ കാതൽ. നിലവിലുള്ള സാഹചര്യത്തിൽ ഒരാൾ അമേരിക്കൻ അതിർത്തി കടന്ന് അഭയം ചോദിച്ചെത്തിയാൽ മാസങ്ങളോളം നീളുന്ന ഒരു നിയമ നടപടിക്ക് ശേഷമാണ് അയാൾക്ക് ഇവിടെ തുടരാൻ യോഗ്യതയുണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ പുതിയ നിർദ്ദേശം അനുസരിച്ച് പ്രാരംഭ സ്ക്രീനിംഗ് ഘട്ടത്തിൽ തന്നെ ഒരാൾ കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയാൽ അയാൾക്ക് അഭയത്തിന് അർഹതയുണ്ടാവില്ല. നിയമവിധേയമായി ഇത്രയും കാലം US-ൽ വസിക്കുന്നവർക്ക് ഒരുപക്ഷെ ഇത് സ്വാഭാവികമായ ഒരു നീക്കമായി തോന്നാം. കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തുമ്പോൾ അതിനിടയിൽ നുഴഞ്ഞു കയറുന്ന ക്രിമിനലുകൾ US-ന്റെ സുരക്ഷയെ ബാധിക്കുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികൾക്ക് അവരുടെ കുട്ടികളുടെയും കുടുംബത്തിന്റെയും സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല. ഇവിടുത്തെ ടാക്സ് പേയർമാരായ ഇന്ത്യക്കാർ അധ്വാനിക്കുന്ന ഒരു വിഹിതം കൂടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ഉപയോഗപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർഹരായവർക്ക് മാത്രം അഭയം നൽകുക എന്ന നിലപാടിനെ US-ൽ താമസിക്കുന്ന പലരും സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിന്റെ മറ്റൊരു വശം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായുണ്ട്. ഇന്ത്യൻ പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് ജോലി സംബന്ധമായ വിസകളിൽ ഇവിടെ തുടരുന്നവർക്ക്, ഗ്രീൻ കാർഡ് പ്രക്രിയയിൽ ഇരിക്കുന്നവർക്കും ഈ കർശനമായ നിയമങ്ങൾ എത്തരത്തിലാണ് ബാധിക്കുക? നേരിട്ട് ബാധിച്ചില്ലെങ്കിലും ഇമിഗ്രേഷൻ സംവിധാനത്തിലെ ഓരോ മാറ്റവും മൊത്തത്തിലുള്ള പ്രക്രിയയെ ബാധിക്കും. ഉദാഹരണത്തിന്, സ്ക്രീനിംഗ് കർശനമാക്കുമ്പോൾ അതിനായി മാറ്റിവെക്കുന്ന വിഭവങ്ങളും ഉദ്യോഗസ്ഥരുടെ സമയവും മറ്റ് വിസ അപേക്ഷയുടെ വേഗതയും ബാധിക്കുമോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ മുൻകൂട്ടി തടയുന്നത് വഴി നിയമവ്യവസ്ഥയുടെ മേലുള്ള ഭാരം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഭരണകൂടം വാദിക്കുന്നു. അമേരിക്കൻ പൗരന്മാരുടെയും നിയമവിധേയമായ പ്രവാസികളുടെയും സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്ന് US ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് US-ലെ ജനങ്ങളുടെ കൂടി താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മയക്കുമരുന്ന് മാഫിയകൾ, മനുഷ്യക്കടത്ത് സംഘങ്ങൾ അല്ലെങ്കിൽ മറ്റു ഭീകരവാദ ബന്ധമുള്ളവർ അഭയാർത്ഥികളുടെ മറവിൽ US-ലേക്ക് എത്താതിരിക്കാൻ ഈ സ്ക്രീനിംഗ് അത്യന്താപേക്ഷിതമാണ്. US-ലെ പല നഗരങ്ങളിലും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് രാജ്യത്ത് താമസിക്കുന്ന ഓരോ മലയാളി കുടുംബത്തെയും ഭയപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പൊതുസുരക്ഷയുടെ കാര്യത്തിൽ എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ അമേരിക്കൻ മലയാളി സമൂഹത്തിന്റെ ദീർഘകാല താല്പര്യങ്ങളെ സംരക്ഷിക്കും. കാനഡയിലെയും യൂറോപ്പിലെയും കുടിയേറ്റ പ്രതിസന്ധികൾ എല്ലാവരും കാണുന്നതാണ്. അവിടെയുള്ള പലരും പറയുന്ന ഒരു പ്രധാന പരാതി അനിയന്ത്രിതമായ കുടിയേറ്റം മൂലം അവരുടെ ജീവിത നിലവാരവും സുരക്ഷയും തകരുന്നു എന്നതാണ്. അമേരിക്ക ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ ഇത്തരം നിയമങ്ങൾ ആവശ്യമാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. പ്രത്യേകിച്ചും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് ഇമിഗ്രേഷൻ എന്നത് വലിയൊരു രാഷ്ട്രീയ ചർച്ചാ വിഷയമാണ്. ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും ഈ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും കുറ്റവാളികളെ പുറത്താക്കുക എന്ന കാര്യത്തിൽ ഏതാണ്ട് എല്ലാവരും യോജിക്കുന്നുണ്ട്. ഇന്ത്യൻ വംശജരായ പ്രവാസികളെ സംബന്ധിച്ച് അവർ എന്നും നിയമമനുസരിക്കുന്ന ഒരു സമൂഹമായാണ് US-ൽ അറിയപ്പെടുന്നത്. ഇന്ത്യക്കാരുടെ സാമ്പത്തിക ഭദ്രതയും വിദ്യാഭ്യാസ യോഗ്യതയും അമേരിക്കൻ സമൂഹത്തിന് എന്നും മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് തന്നെ കഠിനാധ്വാനം ചെയ്ത് US-ലെത്തിയ പ്രവാസികൾക്ക് പുതിയ മാറ്റങ്ങൾ വലിയ ഭീഷണി ഉയർത്തുന്നില്ല. മറിച്ച് നിയമവിരുദ്ധമായി കുടിയേറുന്നവർക്ക് മാത്രമാണ് ഇത് തിരിച്ചടിയാകുന്നത്. H-1B വിസയിലോ മറ്റോ ഇവിടെ എത്തുന്ന പ്രൊഫഷണലുകൾക്ക് സുരക്ഷിതമായ ഒരു സാമൂഹിക അന്തരീക്ഷം ഉറപ്പുവരുത്താൻ ഈ കർശനമായ നിലപാടുകൾ സഹായിക്കും. US-ലെ നിയമങ്ങൾ കൂടുതൽ ശക്തമാകുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യയുമായുള്ള ബന്ധത്തിലും ചില സ്വാധീനങ്ങൾ ചെലുത്താം. ഇന്ത്യൻ പൗരന്മാർ അഭയം തേടി അമേരിക്കയിലേക്ക് എത്തുന്ന പ്രവണത അടുത്ത കാലത്തായി വർദ്ധിച്ചിട്ടുണ്ട്. അവർക്കിടയിലുള്ള അർഹരായവർക്ക് നീതി ലഭിക്കുന്നുണ്ടെന്നും എന്നാൽ അനധികൃതമായി എത്തുന്നവരെ കർശനമായി കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്ന ഈ സാഹചര്യത്തിൽ നിയമപരമായ കുടിയേറ്റത്തിന് മുൻഗണന നൽകുന്ന ഇത്തരം പരിഷ്കാരങ്ങൾ ഇരു കൂട്ടർക്കും ഗുണകരമാണ്. അഭയാർത്ഥി നിയമങ്ങളിൽ കണ്ടുവരുന്ന ഈ മാറ്റം യഥാർത്ഥത്തിൽ ഒരു സന്ദേശമാണ്. അമേരിക്ക ഒരു സുരക്ഷിത താവളമാണ്, പക്ഷേ നിയമങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രം.
ഈ രാജ്യത്തിന്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവാസി സമൂഹത്തിന് ഇത്തരം നിയമങ്ങൾ ഒരു സംരക്ഷണ കവചമായി മാറും. അതുകൊണ്ട് തന്നെ ക്രിമിനൽ സ്വഭാവമുള്ളവരെ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാനുള്ള ഈ നീക്കം അമേരിക്കൻ മലയാളികൾക്ക് ഗുണകരമാണ്. ഈ പുതിയ ഭേദഗതികൾ US-ൽ വസിക്കുന്ന സാധാരണക്കാരായ മലയാളികളെ നേരിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒന്നല്ല, മറിച്ച് US-ന്റെ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു ശ്രമമാണ്. എങ്കിലും ഓരോ മാറ്റവും ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയും US-ലെ നിയമവ്യവസ്ഥ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക എന്നത് പ്രധാനമാണ്. അമേരിക്കൻ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിയമപരമായ വഴിയിലൂടെ എത്തുന്നവർക്ക് ഈ രാജ്യം എന്നും വാതിലുകൾ തുറന്നിടുന്നു. എന്നാൽ രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്ന ശക്തമായ നിലപാടാണ് പുതിയ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.